അസ്സലാമു അലൈക്കും. മാന്യ സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട പഴന്ന PVC ഉസ്താദ് അവരുകളെ, ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് ജ്യേഷ്ഠന്മാർ കുനൂത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ അവരുടെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം. മാത്രമല്ല, ഈ മുജാഹിദ് ബാലുശ്ശേരി അഞ്ചിനെ പറ്റിയിട്ട് വളരെയധികം വർണ്ണിച്ചിട്ട് പറയുന്നുണ്ട്. അതും നിങ്ങൾക്ക് കേൾക്കാം. അതും പച്ചക്കള്ളമാണ് പറയുന്നത്. കളവ് പറയാന്നുള്ളത് മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. അതേസമയത്ത് നമ്മുടെ അതേ അനുജൻ തന്നെ പച്ചക്കള്ളം പറയുന്നത് ഗർഭിണിയായ സ്ത്രീകൾ, അതായത് നാലാം മാസമായ കുട്ടിയെ പിശാച് ഉള്ളിൽ കയറിയിട്ട് കൊല്ലുമെന്ന് പച്ചക്കള്ളം. അങ്ങനെയാണ് കൊല്ലുകയെന്നുണ്ടെങ്കിൽ പിന്നെ ലോകത്ത് മനുഷ്യൻ ജനിക്കുമോ? എന്താണ് ഇവർ പറയുന്നത്? ഇതിനൊക്കെ നമ്മൾ എന്താ ചോദിക്കേണ്ടത്? പ്രമാണ സയ്യാദീസ അതുപോലും ചോദിക്കാൻ നമുക്ക് മടി വരുന്നു. ഇതൊരു പറയേണ്ട വിഷയമാണോ? ഇത് ഒരു സംസാരിക്കേണ്ട വിഷയമല്ലേ? മനുഷ്യബുദ്ധിക്ക് യോജിച്ച സംസാരമാണോ ഈ സംസാരിക്കുന്നത്? എന്തൊരു കള്ളത്താണ് ഈ പറയുന്നത്? മാത്രമല്ല, ഈ മുജാഹിദ് ബാലുശ്ശേരി മുമ്പ് ഞാൻ നിങ്ങൾക്കും അത് കേൾക്കാം. അല്ലാഹു ഒഴികെ ഏതൊരു സൃഷ്ടികളെയും സൃഷ്ടികളോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണെന്ന് തെളിയിച്ചാൽ 10 ലക്ഷം റുപ്യന. അതും ഞാൻ ഇതിൽ വിടുന്നുണ്ട്. അതിൻ്റെ വിശദീകരണം ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഉസ്താദ് അവൾ കൊടുത്ത മറുപടിയില്ലേ. അപ്പം ഇങ്ങനെ ഓരോ, മാത്രമല്ല നമ്മുടെ ഫൈസൽ ഉസ്താദ് ഇവരെ മുഖ്യ ആരാണ്? അപ്പം ഇവരെ 10 വരക്കുന്ന ആളാണ്. അല്ല, 10 വരക്കുന്ന ആളെ എനിക്ക് തോന്നി ഓർമ്മ തോന്നും. നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയുടെ അഞ്ചനാണ് തോന്നുന്നത്. ഓരാണ് വലിയ 10 വരക്കും പോലെ ഓരോ വിഷയങ്ങളും നിലപ്പെടുത്തുക. അപ്പം നോക്കുമ്പോഴേക്കല്ല എന്താണത്? പിശാചാണ് ഈ പറയുന്നത്. മനുഷ്യ പിശാചാണല്ലോ. അത്രയേ ഉള്ളൂ. വേറെ എന്തെന്ന്? മനുഷ്യനാണ് പിശാചല്ലേ ഈ സംസാരിക്കുന്നത്. കാരണം അപകടമായ സംസാരങ്ങൾ ഇസ്ലാമിക സംസാരങ്ങൾ പിശാച്ചാണ്. അവരുടെ മനുഷ്യ പിശാചെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഫൈസൽ മുസ്ലിയാർ എന്താ പറയുന്നത്? ജിന്നിനെ വിളിക്കുന്ന കാര്യത്തിലും എന്താണ് പറയുന്നത്? അതും ഈ പറയുന്ന ഓരോരുത്തർ മനുഷ്യ ഇതിലുള്ള റബ്ബിനാസ് എന്ന് പറയുന്ന പിശാചുണ്ടല്ലോ ഓരോ ശരീരത്തിലും. അത് ഫൈസൽ മുസ്ലിയാരുടെ പിശാചും ഫൈസൽ മുസ്ലിയാരും മത്സരം. ഏത്? ജിന്നിനെ വിളിക്കുന്ന കാര്യത്തിൽ. അത് നിങ്ങൾക്ക് കേൾക്കാം. എല്ലാം നിങ്ങൾ കേൾക്കണം. എന്നിട്ട് ഇതുവരെ പറ്റിയിട്ട് വിസ്ഡംകാരെ വിലയിരുത്തണം. എന്നിട്ട് നമ്മുടെ ഈ ഉസ്താദ് ഇപ്പോൾ കുറച്ച് നാളിലായിട്ട് നമ്മുടെ ഉസ്താദ് വന്നിട്ട് എന്നിട്ട് ഉസ്താദ് ഇതെല്ലാം എന്താണിത്? എനിക്ക് പ്രമാണം ചോദിക്കാൻ മടി വരുന്നു. ഇതൊരു സംസാരിക്കേണ്ട വിഷയമാണോ? മനുഷ്യ ബുദ്ധിക്ക് യോജിച്ചതാണോ? നല്ലൊരു തലച്ചോറാണോ ഈ സംസാരിക്കുന്നത്? എങ്കിലും ഞാൻ എൻ്റെ ഉസ്താദിനോട് പറയുന്നത്, നമ്മൾക്ക് ഒന്ന് ഇതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കണം, ഇരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കൂടെ എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങളിപ്പോഴപ്പെടുന്ന വിഷ്ണംകാർക്ക് ആരായിരുന്നാലും, ഈ പറയുന്ന 3 പുരോഹിതന്മാരായിരുന്നാലും മറ്റ് പ്രാസംഗന്മാരായിരുന്നാലും ഒക്കെ അപകടം പറയുന്ന കൂട്ടരാണല്ലോ. മറ്റ് സാധാരണക്കാരനും ഉണ്ട്. ഇപ്പോഴേ നമ്മുടെ ഉസ്താദ് അവരുകളും ഇപ്പം അടുത്ത് വന്ന ഉസ്താദാണ്. അവരുകളിലും അവർ ഫോളോ ചെയ്യുന്നവരാണ്. ഇവരൊക്കെ ഫോളോ ചെയ്യുന്നവരാണ്. നമ്മുടെ ഉസ്താദ് പേഴ്ചില്ലേ? നമ്മൾ ശരി. ഇപ്പം ഞാൻ മുമ്പ് വിശദീകരിച്ചിരുന്നു. അതായത് ഞങ്ങൾ ജിന്നിനെ വിളിക്കില്ല എന്ന്, ജിന്നിനെ വിളിക്കുന്ന ഇല്ല, ശരി തന്നെയായിരിക്കാം. ജിന്നിനെ വിളിക്കുന്നില്ല, ജിന്നോട് പ്രാർത്ഥിക്കുന്നില്ല, ശരി. ഇത്തരം വിഷയങ്ങൾ പറയുന്നവരുടെ ഫോളോ ചെയ്തു പോകുന്നില്ലേ? ശിർക്ക് ചെയ്തതിനെ പോലെ ആയി. ആയതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരുപക്ഷെ എന്താണ് ഈ രൂപത്തിൽ എന്താണ് ഈ നമ്മുടെ ഈ വിഷ്ണന്മാർ ഈ പറയപ്പെടുന്ന പുരോഹിതന്മാരായിരുന്നാലും എന്തുകൊണ്ടാണ് വിഷ്ണന്മാർ അവരെ ഫോളോ ചെയ്ത് പോകുന്നത്? എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. പിന്നെ അല്ലെങ്കിൽ നമുക്ക് എന്താവണം? പരലോകത്തിലെ വിശ്വാസം ഇല്ലാതായി തീരണം. പക്ഷെ നിങ്ങൾ പരലോക വിശ്വാസം ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് നരകത്തിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. വേറെ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നരകത്തിൻ്റെ വിഷയം വരുന്നില്ലല്ലോ. നരകവും സ്വർഗത്തിനും വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ വരുന്നില്ല. എങ്കിലും
നരകത്തിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോയിക്കൊള്ളൂ. എന്ത് ചെയ്യല്? നിങ്ങൾ നമ്മൾക്ക് നരകത്തിന് ഇങ്ങോട്ട് വലിച്ചു വെച്ചാൻ കൊണ്ടുവരാൻ സാധിക്കില്ലല്ലോ, കയ്യോ. പക്ഷേ എങ്കിൽ ജനലക്ഷങ്ങൾ ഇവിടെ നരകത്തിലേക്ക് പോകുന്നുണ്ട്. അതാണ് നമ്മുടെ വിഷമം. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക, ഇതിനെപ്പറ്റി മനസ്സിലാക്കൂ. എന്നിട്ട് നിങ്ങൾ എന്നാണ് ഇതിൻ്റെ ഇത് സത്യാവസ്ഥ ഞങ്ങൾക്ക് പറഞ്ഞു താ. എന്തുകൊണ്ട് മറുപടി പറയാത്തത്? അതുകൊണ്ട് പറഞ്ഞു താ. ജനലക്ഷങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകല്ല. സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്തെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇവർ പ്രചരിപ്പിക്കുന്നത്. അവിടെ ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. സമയങ്ങൾ ദീർഘം ആവേണ്ടതില്ല, അതുകൊണ്ട് സംസാരം ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇടക്കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന് തൗഹീദ് മനസ്സിലാതെ പോയി. ഇതിനെ നയിച്ച ജാഹിലുകളായിട്ടുള്ള ആലിമുകൾ ഉണ്ടല്ലോ, ആലിമുകളാണ് സ്വയം കരുതിയ ജാഹിലുകൾ. ഒരു പഠിപ്പിച്ചെടുത്ത് പറ്റിയ തെറ്റാണ്. ഉലമാക്കളിൽ നിന്ന് കൃത്യമായി പഠിച്ച് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുകയും ആയത്തും ഹദീസും ഈ വിഷയകമായി വന്ന ഉലമാക്കളുടെ ഉദ്ധരണിയും അതിൽ നമുക്ക് യോജിക്കാവുന്നതും നമുക്ക് യോജിക്കാൻ പറ്റാത്തതും കൃത്യമായി പറയുന്ന, ഒരുപക്ഷെ കേരളത്തിൻ്റെ ഒരു 40 കൊല്ലത്തിൻ്റെ ചരിത്രത്തിൽ സിറാജ് വിഷയം അവതരിപ്പിക്കുന്ന പോലെ, ഇതെൻ്റെ അനുജനായിട്ട് പറയല്ല, സിറാജ് വിഷയം അവതരിപ്പിക്കുന്ന പോലെ അവതരിപ്പിച്ച ഒരാലിമും കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ഉണ്ടായിട്ടില്ല. ആ കാര്യം എനിക്ക് ഉറപ്പാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുജൻ ഒരുപാട് ആളുകളുടെ കണ്ണു തുറപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സുന്നത്തുകൾ അവൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബുഖാരിയിലും മുസ്ലിമിലും അബൂദാവൂദിലും തുർമുദിയിലും ഇന്നെന്ന വിഷയങ്ങൾ ഉണ്ട് എന്ന് കേരള ജനത കേൾക്കുന്നത് മറ്റെല്ലാ പ്രസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് അത് എൻ്റെ അനുജനിൽ നിന്നാണെന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അവന് ദീർഘായുസ്സുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവന് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറുമാണ്. അത് മാറുന്നത് എങ്ങനെയാണ്? ആരുടെ കണ്ണാണോ തട്ടിയത് ആ വ്യക്തിയോട് കൈകളും കാലുകളും മുഖവും എല്ലാം കഴുകാൻ പറഞ്ഞു. വുളു എടുക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. രണ്ടാണെങ്കിലും കുഴപ്പമില്ല, വുളു എടുക്കുക. എന്നിട്ട് ആ വുളു എടുത്ത വെള്ളവും താൻ അരയുടെ ഭാഗത്ത് ഉടുത്ത അരയുടെ ഭാഗമോ ആ ഉടുത്ത ഭാഗമോ കഴുകിയിട്ടും അതും ആ വെള്ളത്തിലാക്കിയതിനു ശേഷം കണ്ണേറ് തട്ടിയ ആളുടെ തലയിലൂടെ ഒഴിച്ചാൽ അവിടെ ശമനമുണ്ടാകുമെന്നാണ്. മതി. പക്ഷെ ആ വെള്ളം കൊണ്ട് ആർക്കാണോ കണ്ണേറ് തട്ടിയത് അയാൾ കുളിക്കണം. ആരുടെ കണ്ണേറാണോ തട്ടിയത് അയാൾ വുളു എടുത്താൽ മതി. ആർക്കാണോ കണ്ണേറ് തട്ടിയത് അയാൾ ആ വെള്ളം കൊണ്ട് കുളിച്ചാൽ വളരെ പെട്ടെന്ന് ശമനം കിട്ടും. ഇനി അതല്ലാത്ത ദിക്റുകളും മന്ത്രങ്ങളും ഖുർആനിലെ ആയത്തുകളും ഹദീസുകളും മറ്റ് ഹദീസുകളിൽ വന്ന അദ്കാറുകളും ദുആകളും എല്ലാം ചൊല്ലിക്കൊണ്ട് മന്ത്രിച്ചാലും ശിഫ ലഭിക്കുന്നതാണ്. പക്ഷേ ഈ വുളു എടുത്ത വെള്ളം കൊണ്ടുള്ള കുളി എന്നത് വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. മരിക്കാൻ പോലും ഞാൻ തയ്യാറുമാണ്. തിന്മകളെക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ KNMന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഇബാദത്തിനെ ബാധിക്കുകയില്ല. കാരണം പണ്ഡിതന്മാർക്കിടയിൽ ഇജ്തിഹാദിയായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ആ മദ്ഹബിലെ പണ്ഡിതന്മാരൊക്കെ ഫജ്റുൽ ഖുനൂത്തിനെ അംഗീകരിക്കുന്നവരും അവർക്ക് അവരുടേതായ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ അവർക്കുണ്ട്. എന്നാൽ മറ്റു മദ്ഹബിലുള്ള ആളുകൾ അത് വേണ്ട എന്ന് പറയുന്നവരാണ്. അവരുടെ കൈകളിലും വളരെ ശക്ത ഒരു സൃഷ്ടിയുടെ ഏതോ സൃഷ്ടിയായിക്കോട്ടെ, അല്ലൊഴികെയുള്ള ഒരു സൃഷ്ടിയുടെ പരിധിയിൽപ്പെട്ടതും ഒരു സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ടതുമായ ഒരു കാര്യം അനുവദനീയമാകാം, അനുവദനീയമല്ലാത്തതാകാം, ഏതുമാകാം. അതിൻ്റെ കഴിവിൽപ്പെട്ടത്, അതിൻ്റെ പരിധിയിൽപ്പെട്ടത് ചോദിച്ചാൽ അത് ശിർക്കാകും എന്നതിനൊരായത്ത്, ഒരു ഹദീസ്, ഒരു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കളുടെ ഒരു ഉദ്ധരണി 10 ലക്ഷം രൂപ തരും ഞാൻ നിങ്ങൾക്ക്. 10 ലക്ഷം രൂപ എൻ്റെ സ്വത്ത് വിറ്റിട്ട് ഇത് വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തു. അത് അത് പണ്ട് നിയന്ത്രണം വിട്ടു എല്ലാം കഴിഞ്ഞു. പിന്നെ ഉള്ളുന്ന് തേട്ടേണ്ടത് അതാ ഉള്ളുന്ന് തേട്ടം വരാണ്ട്. അത് ഹാദർ അടിമതി ഉണ്ടെങ്കിലോ മൂപ്പറും ചോദിക്കാൻ പറ്റില്ല. അപ്പോഴും ചുരുക്കം തന്നെയാണ്. ഇതിനാ ജിന്നുമൊക്കെയാണ് ബോയ്ക്ക് എപ്പോഴും ജിന്ന് ജിന്ന് ജിന്നാ മനസ്സിലുണ്ട്. സ്വരം കയറുമ്പോഴും ജിന്ന്, സ്വരം ഇറങ്ങുമ്പോഴും ജിന്ന്, ഏത് നേരം ജിന്ന് ജിന്ന്. നമ്മളെ സംബന്ധിച്ച അങ്ങനത്തെ വിഷയമേ ഇല്ല. ഏത് ഘട്ടത്തിലും യാ അല്ലാ എന്നല്ലാത്ത തേട്ടമില്ല, ഒരു ചോദ്യമില്ല.
ഇൻസിനോട് പോലും അനുവദനീയമായ ചോദ്യങ്ങൾ പോലും പരമാവധി ചോദിക്കാതിരിക്കുക, ഉള്ളത് തൃപ്തിപ്പെടുക, ബാക്കി റബ്ബിലേക്ക് തവക്കുലാക്കുക. ഇതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? നിങ്ങൾക്കാണ് തോന്നുന്നത് അവിടെ ജിന്നുണ്ടാവോ, ഇവിടെ ജിന്നുണ്ടാവോ, അപ്പുറം ജിന്നുണ്ടാവോ? നമുക്ക് അങ്ങനത്തെ തോന്നലേ ഇല്ല. ഏപ്രിൽ മാസത്തിൽ ഇസ്ലാഹി മാസിക അതിന്റെ 42ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്, 100% ശരിയാണ്. മനുഷ്യൻ കാണാത്തവരോട് അവന് സഹായം ചോദിക്കൽ, കാണാത്ത വെച്ചവര് മുമ്പ് മറവാടപ്പെട്ടവരെന്നല്ല, കാണാത്ത അവിടെ ഉണ്ടാവും, ശബ്ദം കേൾക്കുന്നവരുണ്ടാവില്ലോ, അതർത്ഥം. അന്നലക്ക് കാണാത്തവരോട് അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് മിനൽ മലായികത്തി സാലിഹീൽ ജിന്നി, മലക്കുകള്, സാലിഹായ ജിന്നുകള്, അങ്ങനെയുള്ള ആളുകളോട്, അങ്ങനത്തെ ആളുകളോട് സഹായം ചോദിക്കാമെന്ന്, കാണാത്തവരോട് സഹായം ചോദിക്കൽ ജായിസാണെന്ന് ഇതിലുണ്ട്. ഇതില് കുഴപ്പമില്ല. എന്തുകൊണ്ട്? ഇൻസാനി, മനുഷ്യന് അനുവദനീയമായതുപോലെ മനുഷ്യരോട് സഹായം തേടൽ. ഇതാ അസറത്ത് ദാപ്പത്ത് ഹുവാൻഫലത്തത്ത്, മൃഗം പോയാലോ അല്ലെങ്കിൽ കാലിനോ എഴുതിയാലോ ഒക്കെ ഉണ്ടാകുമ്പോൾ സഹായം തേടൂലേ, അതുപോലെ ഇവിടെ സഹായം തേടുന്നത് മനുഷ്യന്, അവിടെ സൃഷ്ടികൾക്ക് അവൾ മനുഷ്യനോട് സഹായം തേടുന്നത് പോലെ സാലിഹായ ജിന്നുകള് അല്ലെങ്കിൽ മലക്കുകള് സഹായിക്കുമെന്ന ഉദ്ദേശത്തിൽ ഈ സഹായ നേട്ടത്തിൽ കുഴപ്പമില്ല, പ്രാർത്ഥന ആവുന്നില്ല എന്ന്